അശ്വിനി സാറേ, നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ 4ാമത്തെ ബാച്ച് അനൗൺസ് ചെയ്ത് ജൂലൈ 25-നാണ് ആരംഭിക്കുന്നത്. ഉം. സോ GK കൈകാര്യം ചെയ്യുന്ന സാറാണ്. അപ്പോൾ ഈ തുടക്കക്കാരുണ്ട്, ജോയിൻ ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവരുണ്ട്. അവരോട് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ GK 40 മാർക്ക്, ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റാണ്. അപ്പം തുടക്കക്കാരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഈ PSC പോലുള്ളൊരു പഠനം GKയിൽ ആവശ്യമാണോ? ഒരു വ്യക്തമായ സിലബസ് ഉണ്ട്, എന്നാലും PSC പോലൊരു പഠനം ആവശ്യമാണോ? സാറേ, നമുക്ക് 40 മാർക്കാണ് ജി കെക്കുള്ളത്. ഉം. ഇപ്പം നമ്മൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോം നോക്കുവാണെങ്കിൽ ഒരുപാട് കണ്ടപടച്ചാന് സിലബസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഉം. പക്ഷെ നോട്ടിഫിക്കേഷനിൽ ആ. നമുക്ക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ സയൻസ്, IT, കറണ്ട് അഫയേഴ്സ് ഉം. ഇത്രയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉം. ഇത് തന്നെ കഴിഞ്ഞ 2 പരീക്ഷ നോക്കുവാണെങ്കിൽ 14 ക്വസ്റ്റ്യനോളം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് വന്നത്. ഉം. കോൺസ്റ്റിറ്റ്യൂഷനോടൊപ്പം തന്നെ ജഡ്ജ്മെന്റ്സും കോടതി റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. ഉം. അതിനുശേഷം കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആണ്. PSCയുടെ കൂട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഹൈക്കോർട്ടിന് ചോദിക്കത്തില്ല. ഉം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ കണ്ട് പേടിച്ചിരിക്കുന്ന കുട്ടികൾ ഉം. ധൈര്യമായിട്ട് ഹൈക്കോർട്ടിൽ ഒരു പ്രശ്നമില്ല. ഉം. നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 30 മാർക്കിൽ കൂടുതൽ ഈ ഹൈക്കോർട്ടിൽ നേടാൻ പറ്റും. യെസ് സാർ, നേടാൻ പറ്റും. ഈ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിച്ച മേഖലകൾ ഈ സിലബസിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു GKയുടെ. തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് സിലബസ് എടുത്ത് വെച്ച് പഠിച്ചു തീർക്കാൻ പറ്റുന്നതിനേക്കാൾ ഉപരി ഒരു പരന്ന വായനയുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഉം. കാരണം നമ്മൾ എല്ലാവരും മിസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് സാറേ. സ്റ്റാറ്റിക് GK ഒക്കെ ഉം. നമ്മുടെ കോഴ്സിൽ നമ്മളത് കൊടുക്കുന്നുണ്ട്. സ്റ്റാറ്റിക് GK ഓക്കെ. ഇപ്പം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ UN കുറിച്ച് ചോദ്യം വരും. ഉം. അപ്പൊ നേരത്തെ UN കുറിച്ച് നമ്മൾ കണ്ടന്റ് വൈസ് എടുത്ത് പഠിച്ചാൽ കിട്ടത്തില്ല. ഉം. പക്ഷെ നമ്മൾ അതെന്ത് ചെയ്യും, സ്റ്റാറ്റിക് GK ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോഴ്സിൽ. ഓക്കെ. സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്. പലരും ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ GK അവിടെ പ്രയോജനപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ആദ്യമേ ഫേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ മറുപടി? തീർച്ചയായിട്ടും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് കൃത്യമായിട്ട് ഡിഗ്രി മെയിൻസിനും കൂടെ, കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും പരിഗണനയുള്ളതുകൊണ്ട് 14 മാർക്കൊക്കെ ചോദിച്ചു. ഒരു പക്ഷേ ഹൈക്കോർട്ട് പോലുള്ള പരീക്ഷകൾ സ്റ്റേറ്റ്മെന്റ് ആക്കി കൂടാന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട്. അപ്പൊ നമ്മൾ 2 കൂട്ടരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് കൊണ്ടുപോകുന്നത്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് രീതിയിൽ പഠിക്കുന്നവർക്ക് ആ രീതിയിൽ എഴുതാനും, എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നവർക്ക് ആ രീതി എഴുതാനും 2 രീതിക്കാരെയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ GK സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് കറണ്ട് അഫയേഴ്സ് എത്രത്തോളം പഠിക്കണം, ഈ പരീക്ഷ വരെയുള്ള ഒരു ടൈം, അതിൽ എത്ര വർഷത്തോളം പഠിക്കണം, അല്ലെങ്കിൽ എത്ര ഒരു ഡ്യൂറേഷൻ വേണം എന്നുള്ളതൊരു ചോദ്യമാണ്. നമ്മൾ എപ്പോഴും കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് 6 മാസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ആണ് സാർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ PSCയുടെ പരീക്ഷകൾ എടുക്കുകയാണെങ്കിൽ കൂടുതലും കറണ്ട് അഫയേഴ്സിനുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കറക്റ്റ് 15 ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞാൽ 15 ചോദ്യം ചോദിക്കുമായിരുന്നു. ഇപ്പൊ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷെ ഹൈക്കോർട്ടിന് ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സ് ചോദിച്ചിരിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ ആപ്പിലാണെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിന് കൃത്യമായിട്ട് ക്ലാസ്സുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആപ്പിൽ കയറി ടോപ്പിക് വൈസും പഠിക്കാം, അതുപോലെ ഡെയിലി വൈസ് പഠിക്കാം. സാറിന്റെ ലൈവ് ക്ലാസ്സുകളും നമ്മൾ അതുപോലെ തന്നെ മെന്റർഷിപ്പ് ബാച്ച് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് കറണ്ട് അഫയേഴ്സിന്റെ ലൈവ് ബാച്ച് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നു. സാറേ, അതുപോലൊരു സംശയം, ഒരു ഉദ്യോഗാർത്ഥി ചോദിച്ചൊരു സംശയമാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുമ്പം PSCയിലെ പോലെ SCERT NCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്ത് വെച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്? എന്താണ് അതിന്റെ? സാറേ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു റെഫറൻസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്മികാന്ത. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കുന്നത് ഈ ലക്ഷ്മികാന്തിന്റെ ഒരു സിനോപ്സിസ് വെച്ചാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പം അങ്ങനെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പിന്നെ NCERTയോ SCERTയോ ഒന്നും എക്സ്ട്രാ റെഫർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ. ഈ PSCയുടെ ഡിഗ്രി മെയിൻസ് പരീക്ഷയുടെ GKയും ഇവിടുത്തെ GKയും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സാർ, കഴിഞ്ഞ 2 പരീക്ഷകളുടെ നമ്മൾ അവസാനത്തെ 2 പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. ആ 2 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റാണ്. പക്ഷെ ചോദിക്കുന്ന ഏരിയകൾ ഡെപ്ത് ആയിട്ട് പോയാൽ പോലും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റാണ്. പക്ഷേ ഡിഗ്രി മെയിൻസിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട രീതിയും അവിടെ പഠിക്കേണ്ട രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ 40 ചോദ്യങ്ങളും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ അത് എവിടുന്ന് ചോദിക്കും എന്നുള്ളത് മാത്രമാണ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യം. സിലബസ് ഉണ്ട്. സിലബസിൽ തന്നെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഏത് മേഖലയിൽ നിന്നായിരുന്നു? സാറേ, ഞാനത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ GKയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. റീസെന്റ് ആയിട്ട് വന്ന ജഡ്ജ്മെന്റുകൾ, അതുപോലെ റീസെന്റ് ആയിട്ട് വന്ന കോടതിയിലെ അപ്പോയിന്റ്മെന്റ്സ്, പുതിയതായിട്ട് ഏതെങ്കിലും ജഡ്ജിമാർ വന്നോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 15 മാർക്ക് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതീക്ഷിക്കാം.
ഈ ലീഗൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത് എല്ലാ കാലത്തും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമാണ്. GK-യിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ടോ? സാർ അതാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ നോക്കുമ്പോൾ കാര്യം. അതെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അത് തന്നെയാണ് സാറേ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി അവർ ചോദിക്കുന്നത്. ഉം. നമ്മുടെ കുറെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഉം. ഇപ്പം കേശാനന്ദ ഭാരതി, ഉം. അതുപോലെ ബെറുബറി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. LIC, അപ്പൊ ഇങ്ങനെ തുടങ്ങിയ കുറെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റുകളുണ്ട്. ഉം. അപ്പൊ ഈ ജഡ്ജ്മെന്റുകളും അതോടൊപ്പം തന്നെ റീസെന്റ് വന്നിട്ടുള്ള, ഇപ്പൊ നമുക്ക് റീസെന്റ് വന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ടല്ലോ, ഉം. ശബരിമലയെ സംബന്ധിക്കുന്നത്, അയോധ്യയെ സംബന്ധിക്കുന്നത്, ഉം. അങ്ങനെ ഒരുപാട് വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഉം. അപ്പൊ അതിന്റെ ബെഞ്ചുകളെ കുറിച്ചും ജഡ്ജിമാരെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ വരാൻ നല്ല സാധ്യതയുണ്ട് സാറേ. അപ്പം ആ കാര്യങ്ങളൂടെ നമ്മളൊന്ന് കവർ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞത് കേട്ടല്ലോ. GK വളരെ എളുപ്പമാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ചുരുക്കി പഠിക്കേണ്ടത് ചുരുക്കി പഠിക്കുക. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ 40 മാർക്ക് GK ആണ്. GK സാറിൻ്റെ കയ്യിൽ ഭദ്രമാണ്. സാറിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ മെൻറ്റർഷിപ്പ് ഉദ്യോഗാർത്ഥികളും നോർമൽ ബാച്ച് ഉദ്യോഗാർത്ഥികളും 2 കൈ നീട്ടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 അവസാന നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നൊരു പരീക്ഷയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ. 2027 പരീക്ഷ നടക്കും. നോട്ടിഫിക്കേഷൻ വന്ന 6 മാസത്തിനുള്ളിൽ പരീക്ഷയും 6 മാസത്തിനുള്ളിൽ അടുത്ത അല്ലെങ്കിൽ അഡ്വൈസും കയ്യിൽ കിട്ടുന്നൊരു പരീക്ഷയാണ്. ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ 100 മാർക്ക്, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ 60 മാർക്ക്, ഇൻ്റർവ്യൂ 10 മാർക്ക്. ഈ മേഖലയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചലഞ്ചറിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു. മെൻറ്റർഷിപ്പ് ബാച്ചിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 470 ഉദ്യോഗാർത്ഥികളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നത് ചലഞ്ചർ ആപ്പിലാണ്, മെൻറ്റർഷിപ്പ് ബാച്ചിൽ. മെൻറ്റർഷിപ്പ് ബാച്ചിലെ മാത്രം എണ്ണമാണ് ഞാൻ പറഞ്ഞത്. 3ാമത്തെ ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ജൂലൈ 25-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. സോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കോഴ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചലഞ്ചർ ആപ്പിൽ തന്നെ ചെയ്യുക. കാരണം ഒരുപാട് പ്രത്യേകതകളുള്ള കോഴ്സാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ മികവ്, ആപ്പിൻ്റെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പ്, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളെ തേടി വരുന്നത്. പിന്നെ നമ്മുടെ അധ്യാപകർ, അക്കാഡമിക് ടീം എന്ന് പറയുന്ന ഒരു സൂപ്പർ ടീമാണ്. ഒരു പരാതി ഇല്ലാതെയാണ് ഈ കോഴ്സ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഡെയിലി വൊക്കാബുലറി കൊടുക്കുന്നുണ്ട്, ഡെയിലി ലീഗൽ വൊക്കാബുലറി കൊടുക്കുന്നുണ്ട്, ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ PDF, എഡിറ്റോറിയൽ വിശകലനം, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് കൊടുക്കുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പം വരുന്ന പിന്നെ ലൈവ് ഫീഡ്ബാക്ക് സെഷൻസ് അവിടെ ഉണ്ട്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നേരിട്ട് പരാതികളും സജഷൻസും ഒക്കെ സ്വീകരിക്കുന്ന രീതിയുണ്ട്. വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. കിട്ടാവുന്ന ഏറ്റവും നല്ല മെൻറ്ററാണ്. മെൻറ്റർ എന്ന് പറഞ്ഞാൽ MPhil പഠിച്ച ഹരിതയാണ്, ആതിരയാണ് നമ്മുടെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ആതിര ചലഞ്ചർ ആപ്പിൽ തന്നെ ഏറ്റവും നല്ല മികച്ച മെൻറ്ററുകളിൽ ഒരാളാണ്. 5 മണി മുതൽ 11 മണി വരെയുള്ള പേഴ്സണൽ മെൻറ്റർഷിപ്പ് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്റ്റീവ് മെൻറ്റർ ഉണ്ട്. ഞാനാണ് ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ആ വാട്സപ്പ് കൂട്ടായ്മയിലും. ലൈവ് ക്ലാസ്സുകളുണ്ട്. എല്ലാ അധ്യാപകരുടെയും ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കോഴ്സ് ഉദ്യോഗാർത്ഥികൾ ചലഞ്ചർ ആപ്പിൽ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഡിഗ്രി 50% മാർക്ക്, അല്ലെങ്കിൽ PG, അല്ലെങ്കിൽ LLB, ഇതാണ് യോഗ്യത. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. OBC-ക്കാർക്ക് 39 വയസ്സും SC/ST-ക്കാർക്ക് 41 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാം. സോ ഡിഗ്രി 50% യോഗ്യതയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിരിക്കണം. 2000-ന് ശേഷം ജനിച്ചവർ, ഡിഗ്രി ഉള്ളവർ, അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ സെറ്റാണ്. അവരെന്തായാലും ഈ പരീക്ഷ എഴുതണം. UPSC പരീക്ഷ എഴുതുന്നവർ, അതുപോലെ തന്നെ KAS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, SC/ST പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ഇവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിച്ചവർ, HSA ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നവർ, HSST പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നവർ, ഇവർക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അങ്ങനെ ചോദിക്കുമ്പം സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന ഒരാൾക്ക് ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് ഉള്ള പരീക്ഷ എഴുതിയാൽ പ്രയോജനമുണ്ടോ നിങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ തവണ 13 12 റാങ്ക് വാങ്ങിച്ച എൻ്റെ ഒരു ഉദ്യോഗാർത്ഥി മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന ഇതേ ചോദ്യമായിട്ട് വന്ന ഒരാളാണ്. എല്ലാവർക്കും സാധ്യതയുള്ളൊരു പരീക്ഷയാണ്. ഒഴിവുകളേക്കാൾ കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണെന്ന് ഓർക്കുക. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഞങ്ങളൊരു ടീമായിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുണ്ട്. ഞങ്ങളോടൊപ്പം നിങ്ങൾ ചേരുക. അതിനൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയാണ് അശ്വിൻ സാറുമായിട്ട് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ അവസാനം വരെ അശ്വിൻ സാറും കൂടെ ഉണ്ടാകും. സാറേ, എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? സാറേ, നമുക്കൊരു ചായ കൂടെ പറഞ്ഞാലോ? ഓക്കെ, വീണ്ടും കാണാം. അവസാനമല്ല, തുടക്കം മാത്രമാണ്. തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. ബൈ, താങ്ക് യു.